Welcome to Sister's Kitchen. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ലെയർ ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ഈ ചപ്പാത്തി പരത്തുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കോൺ ഷേപ്പിലാണ് ഈ ചപ്പാത്തി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 4 ലെയേഴ്സ് ഉണ്ടാവും. ഈ വീഡിയോയിൽ കാണാമല്ലോ അല്ലേ നിങ്ങൾക്ക്, 4 ലെയേഴ്സ് ഭയങ്കര തിന്നായിട്ടുള്ള ലെയേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ചപ്പാത്തി നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ റെസിപ്പി ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ആഡ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യും, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ. ചെയ്യുന്നവർ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ. എന്നാലാണ് പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ദാ ഇവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ 1 കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ തന്നെ ഞാൻ പാകത്തിനുള്ള ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ വെള്ളം ഉപയോഗിച്ച് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവിനും പാകത്തിനുള്ള ഉപ്പ് കിട്ടും. ഇനി അതല്ല നിങ്ങൾക്ക് ഉപ്പ് പൊടി ഡയറക്റ്റായിട്ട് ഗോതമ്പ് പൊടിയിൽ ഇട്ട് കുഴക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയും എണ്ണയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് മാവ് കുഴച്ചെടുക്കണം. ഒരുമിച്ച് ഒരുപാട് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഈ വെള്ളം മൊത്തം ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് പാകത്തിന് ഒഴിച്ചു കൊടുത്ത് കുഴയ്ക്കുക. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ മാവ് കുഴയ്ക്കുക. നമ്മുടെ വിരലും കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ലേശം എണ്ണ കയ്യിലേക്ക് എടുത്തിട്ട് ഈ മാവ് ഒന്ന് തടവി വെക്കാം. നമ്മളിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ചപ്പാത്തി മാവ് റെഡിയാണ്. നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഒരു 2 മണിക്കൂറാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. മിനിമം 1 അവറെങ്കിലും വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഞാനിവിടെ മാവ് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. അതുപോലെ എക്സ്ട്രാ സോഫ്റ്റ് ആണ് മാവെങ്കിൽ കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ പരത്തുമ്പോൾ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ. ഡിഷും നല്ല 2 ഇടിയൊക്കെ കൊടുത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഇതേപോലെ നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്ത് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്ത് നിന്ന് ഈക്വൽ പോർഷൻസ് എടുത്തിട്ട് ഉരുളകൾ ഉണ്ടാക്കാം. ഉരുളകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഞാനിവിടെ മാവ് മുഴുവൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 13 ചപ്പാത്തിക്കുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതിനകത്തുനിന്ന്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബട്ടറാണ്. ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കുറച്ച് നേരം എടുത്ത് വെക്കുക. ഒരുപാട് കട്ടിയായിട്ടിരിക്കരുത്. പിന്നെ വേണ്ടത് പൊടി. ഇത് നമുക്ക് ഇടയ്ക്ക് ഡിപ്പ് ചെയ്തിട്ട് പരത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓരോ ബോൾസ് എടുത്തിട്ട് പതുക്കെ പൊടിയിൽ മുക്കി ഒന്ന് പ്രസ് ചെയ്യുക. കൈകൊണ്ട് തന്നെ ഒന്ന് റൗണ്ടിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യം. എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക റൗണ്ടിൽ. ഒരുപാട് വലുതായിട്ടല്ല, ചെറുതായിട്ട്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബട്ടർ എടുക്കുക. ചെറിയൊരു സ്പൂണിൽ കുറച്ച് ബട്ടർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്ന് തേച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് പൊടി എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് തൂക്കി കൊടുക്കാം. ഇനി അതിനെ പകുതിയായിട്ട് മടക്കുക. വീണ്ടും നമുക്ക് ആ മടക്കിയ പോർഷനിൽ വീണ്ടും ബട്ടർ കുറച്ച് തേച്ച് കൊടുക്കുക. കുറച്ച് ബട്ടർ മതി കേട്ടോ. ഒരു ചപ്പാത്തിയിൽ വളരെ നിസ്സാര ബട്ടറേ നമ്മൾ ഇടുന്നുള്ളൂ. വീണ്ടും നമ്മൾ പൊടി ഒന്ന് തൂക്കി കൊടുക്കുക. വീണ്ടും അതിനെ വീണ്ടും രണ്ടാക്കിയിട്ട് മടക്കുക. കണ്ടില്ലേ, വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക. എന്നിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് വീണ്ടും പൊടിയിൽ ഒന്ന് മുക്കിയിട്ട് ഇതിനെ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു കോൺ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കോൺ ഷേപ്പിൽ തന്നെ എല്ലായിടവും ഒരേ കനത്തിൽ വരുന്ന രീതിയിൽ നിങ്ങൾ പരത്തിയെടുക്കുക. നടുക്കും സൈഡിലും എല്ലാം ഒരേ കനത്തിലായിരിക്കണം. അതാണ് ശ്രദ്ധിക്കാനുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഉപയോഗിക്കാം. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കണേ. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ വേറൊരു ടേസ്റ്റ് ആയി പോകും. നമുക്ക് ബാക്കിയുള്ള ഉരുളകളും കൂടി ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. പരത്തിയതിന് ശേഷം ഉടനെ തന്നെ ചുട്ടെടുക്കണം. പരത്തിയിട്ട് കുറേ നേരം അവിടെ വച്ചേക്കരുത്. വച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഭയങ്കര ഹാർഡായിട്ട് പോകും. പിന്നെ നമ്മൾ ഈ ഉരുള ഉണ്ടാക്കി വെക്കുമല്ലോ, അതും നമ്മൾ ഉണ്ടാക്കി കുറേ നേരം വെക്കരുത്. അപ്പം തന്നെ പരത്തുക, അപ്പം തന്നെ ചൂടുക. അങ്ങനെ ചെയ്താലാണ് ചപ്പാത്തി സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ അതാകുമ്പോൾ ഞാൻ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ പാൻ ഇവിടെ ചൂടായതിൻ്റെ പാനിലേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ചെറിയ കുമിളകൾ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതപ്പോൾ കണ്ടോ, ചപ്പാത്തിയുടെ ഒരു സൈഡ് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അടിയിൽ ഭാഗത്തിലെ സൈഡ് ഒന്നും വേവില്ല. അപ്പോൾ സൈഡ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം നമുക്ക്.
ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സൈഡും കൂടി വേവിച്ചെടുക്കാം. ഇത് സാധാരണ നമ്മൾ റൗണ്ടിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തി പോലെ ഒറ്റ പൊള്ളനായിട്ട് ഇങ്ങ് വരില്ല. പപ്പടം പൊള്ളി വരുന്ന പോലെ വരില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഈ ലെയേഴ്സ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹോൾസ് ഉണ്ടാവും. ഇതാ ഇതിനകത്ത് കാണുന്ന പോലെ. അതുകൊണ്ട് സൈഡിൽ കൂടെ ആവി പോകുന്നതുകൊണ്ട് അങ്ങനെ ഒറ്റ പോളം പോലെ വരില്ല. പക്ഷെ നടുക്കൊക്കെ നന്നായി പൊന്തി വരും. സൈഡ് പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഈ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇതേപോലെ തന്നെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുക്കുക. ചപ്പാത്തി ചുട്ടെടുത്ത് ഓരോന്ന് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ബട്ടർ തൂത്ത് കൊടുക്കാം മേലെ കൂടെ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ചപ്പാത്തി ചുടുന്ന സമയത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.